അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിക്കൂടം ഖുർആൻ പ്രഭാഷണ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടൽ ഓൺലൈൻ വഴി ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവർ, അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. സ്തുതി ഇഹത്തിലും പരത്തിലും എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ വചനം സുപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ദിവസം നമ്മൾ 17 തവണ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായും നിസ്കാരത്തിലൂടെ ഓതുമ്പോൾ ആവർത്തിച്ച് നമ്മൾ പറയുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ബിസ്മിയുടെ മഹത്വം വിശദീകരിച്ചു. ബിസ്മി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഹംദ്. ഒരു ദുആ, ഒരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ അതിൻ്റെ ഒരു നിബന്ധന ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയും, അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രാർത്ഥന തുടങ്ങുന്നത്. അവസാനം അങ്ങനെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അത് ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തുതി ഇഹത്തിലും പരത്തിലും എന്ന് പറയുമ്പോൾ, ഇഹത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ ഏതൊക്കെ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ ജാഗ്രത കാണിക്കുന്നുവോ അതിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം കണക്കാക്കുന്നത്. അതിനനുസരിച്ച് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, മഹ്ശറിലും സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോഴും സ്വർഗീയ ലോകത്ത് വച്ചു നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ സാധിക്കണം. പക്ഷേ പരലോകത്ത് വച്ച് അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകുന്നത് ദുനിയാവിൽ വെച്ച് നിരന്തരം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോഴാണ്. ആത്മാർത്ഥമായി സർവസ്തുതിയും അള്ളാഹുവിനിക്ക് സമർപ്പിക്കുമ്പോഴാണ് പരലോകത്ത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള അവസരം നൽകുന്നത്.
പരലോകത്ത് എല്ലാവർക്കും അള്ളാഹുവിനെ സ്തുതിക്കാൻ താല്പര്യമുണ്ടാവും. കാരണം എല്ലാ കാര്യവും വ്യക്തമായി സത്യം ബോധ്യപ്പെട്ട സന്ദർഭമായിരിക്കും ആ സമയം. ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക് ദുന്യാവിൽ എന്ത് സ്തുതി അർപ്പിക്കൽ. പക്ഷെ പരലോകത്ത് എല്ലാവർക്കും ബോധ്യം വരും. പക്ഷെ ദുന്യാവിൽ ആരൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചോ അവർക്ക് പരലോകത്തും അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംബന്ധമായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാം വചനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അല്ലാഹുവിനിക്കാകുന്നു സർവസ്തുതിയും. എന്തുകൊണ്ടാണ് സർവസ്തുതിയും നമ്മൾ അള്ളാഹുവിനെ സമർപ്പിക്കുന്നത്? എന്നാണ് അതിന്റെ കാരണം. അള്ളാഹു താല സർവലോക സംരക്ഷകനാണ്, പരിപാലകനാണ് എന്നതാണ് അതിന്റെ കാരണം. സർവലോകങ്ങളുടെയും സംരക്ഷകൻ, പരിപാലകൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥമുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വീട് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വീട്ടിന്റെ രക്ഷിതാവിന്, ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടുകാരെ പരിപാലിക്കുമ്പോഴേക്ക് അയാളാകെ തളർന്നു പോവാൻ. സാധാരണ ഇതിലും ജൂൺ മാസമൊക്കെ വരുമ്പോൾ ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിൽ, സാമ്പത്തികമായിട്ട് വളരെ പിറകെ നിൽക്കുന്നവരും 2-3 കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ബാഗ്, അവരുടെ പുസ്തകം, ഒരുപാട് ചെലവുകൾ, പിന്നെ നിത്യജീവിതത്തിൽ വരുന്ന ധാരാളം ചെലവുകൾ, അതൊക്കെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ചെലവുകൾ വരും. നമ്മൾ പറയും ഒരു നട്ടെല്ല് ഒടിഞ്ഞുപോയി എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഒരു കുടുംബനാഥന് ആ കുടുംബത്തെ നോക്കുമ്പോഴേക്കാണ്, പിന്നെ ഇങ്ങനെ ഒരു മഹലിലുള്ള മുഴുവൻ ആളുകൾക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തില്, ഒരു ജില്ലയില്, ഒരു സ്റ്റേറ്റില് സാധിക്കൂല, ഒരാളെ കൊണ്ട് സാധിക്കൂല. ഒരാൾക്കുള്ള ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി കൊടുക്കാൻ മറ്റൊരാളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവലോക പരിപാലകനാണ്, സംരക്ഷകനാണ്. എല്ലാം അള്ളാഹു താല പോറ്റി വളർത്തുന്നു, എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഖുർആനിൽ തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഓരോന്നിനും അതിന്റെ പ്രകൃതി നൽകിയിട്ട് അതിലേക്ക് വഴി കാണിച്ചു എന്നാണ്. ഹൂദ് സൂറത്തിൽ അള്ളാഹു താല ഈ കാര്യം പറയുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ രീതി കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയെ ബോധ്യപ്പെടുത്തിയ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ജീവികൾക്കും വേണ്ടത് അള്ളാഹു നൽകുന്നത്, ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ത്വാഹ സൂറത്തിൽ അത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ സ്തുതി അർപ്പിക്കുന്നത് അവൻ സർവ്വലോകത്തിന്റെയും റബ്ബായതുകൊണ്ടാണ്. ഈ കാര്യം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനെ പഠിപ്പിക്കുന്നുണ്ട്. ഫിർഔനോട് ചോദ്യം ചോദിച്ചു, ഫമൻ റബ്ബുകുമാ യാ മൂസാ. ആരാണ് മൂസ? ഹാറൂൻ, നിങ്ങളുടെ റബ്ബ് ആരാണ്? ഞാനാണ് റബ്ബ് എന്ന് പറയുന്ന ആള് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന റബ്ബ് ആരാണ്? ഖാല, ആ സമയത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അതിന് മറുപടി കൊടുത്തത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ രക്ഷിതാവ് ഓരോ വസ്തുവിനും, ഏതൊരു വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിലേക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ്. അതാണ് ഈ പരിപാലനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്തുതി മുഴുവനും അവനിക്ക് അർപ്പിക്കുന്നത്. ഓരോന്നിനും അതിന് വേണ്ടത് കൊടുത്തു.
ആനക്ക് വേണ്ടത് ആനക്ക് കൊടുത്തു. ആനക്ക് തുമ്പിക്കൈ വേണം. അതില്ലെങ്കിൽ ആനന്റെ സൃഷ്ടിപ്പിൽ വലിയൊരു പോരായ്മയാണ്. എന്നാൽ മനുഷ്യനത് വേണ്ട, അവന് തുമ്പിക്കൈ ഉണ്ടായാൽ അത് ബോറാണ്. ആനക്ക് ആഹരിക്കാൻ ഒരുപാട് വേണ്ടി വരും. അതിനുള്ള വക കാട്ടിലും ആന എവിടെയാണോ അള്ളാഹു അത് നൽകുന്നുണ്ട്. കാട്ടിൽ ആധിപത്യമുള്ള ധീരതയും ശൂരതയുമുള്ള ഗാംഭീര്യം അറിയിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. സിംഹം, അതുപോലെ തന്നെ പുലി. അതിനൊക്കെ ഒരുപാട് മാംസം ഒരു ദിവസം ഭക്ഷണത്തിന് വേണം. അത് അള്ളാഹു നൽകുന്നുണ്ട് ഓരോന്നിനും. അത് ചെറിയ ഉറുമ്പുകളാണെങ്കിലും പക്ഷികളാണെങ്കിലും നമ്മൾ അത്ഭുതപ്പെടുത്തുക. ഈ അടുത്ത് ഒരു വാർത്ത കണ്ടില്ലേ? ലണ്ടനിൽ ഒരു പാർക്കിൽ കൊണ്ടുവന്ന തത്ത, ഒരു 4-5 തത്തകൾ വിദേശത്തുനിന്ന് കൊണ്ടുവന്നത് പാർക്കിലേക്ക് വരുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പൂരത്തെറി പറയാം. ഈ തത്തകൾ ഇപ്പോൾ ഒരു വലിയൊരു വാർത്തയാണ്. അവസാനം പാർക്കിന്റെ ഉടമകൾ ഈ തത്തകൾക്ക് ട്രാൻസ്ഫർ കൊടുത്തു എന്നാണ്, അതായത് ഒഴിവാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം തത്തകൾ പൂരത്തെറി പറയുമ്പോൾ ആളുകൾക്ക് അതൊരാവേശമാണ്. പക്ഷേ പാർക്കിന്റെ ആളുകൾ പറഞ്ഞത് ഇത് കേട്ട് മറ്റുള്ള തത്തകളും അത് പറയാൻ തുടങ്ങിയ പ്രയാസമാവുന്നതാണ്. പാർക്കിൽ കുറേ തത്തകളുണ്ട്, വിദേശികളായി 5 തത്തകൾ. ഭയങ്കര തെറി. അവിടെ വരുന്ന ആളുകൾ ചിരി നിൽക്കാനും മരുന്ന് പിടിക്കേണ്ട അവസ്ഥ. ആ രൂപത്തിൽ തെറി ഈ പക്ഷികൾ. അപ്പൊ അത് മറ്റുള്ളവരും അതുപോലെ തെറി പറയാൻ തുടങ്ങിയാൽ അത് പ്രയാസം വരും. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളോട് കൂടെ പാർക്കിലേക്ക് വരുന്ന കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അവസാനം ആ 5 തത്തകളെ ഒഴിവാക്കി എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹു ഓരോന്നിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയിട്ട് അതിലേക്ക് വഴി കാണിക്കുകയാണ്. കുറുക്കന്റെ കൗശലം ആലോചിച്ച് നോക്കൂ അല്ലെ? ബുദ്ധി എന്ന് പറയുന്നേക്കാൾ ആ ജീവിയെ കണ്ടാൽ തന്നെ ഏകദേശം അങ്ങനെയാണ്. കഴുതയെ പോലല്ലല്ലോ കുറുക്കൻ. ഇടക്കൊക്കെ കണ്ട് നമ്മൾ ഒരു വാഹനത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞപ്പോൾ ദൂരമുള്ള സ്ഥല ആളുകൾ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ കിട്ടൂല. അതാ ജീവിയെ കണ്ടാൽ തന്നെ അറിയാം. എന്നാ നായ നോക്കി നിങ്ങൾ ഘ്രാണശക്തി കൂടുതലാണ്. പല കേസുകളും അത് തെളിയിക്കപ്പെടണമെങ്കിൽ നായ തന്നെ വേണം. അള്ളാഹു അതിനെ അങ്ങനെയാണ് പരിപാലിക്കുന്നത്. പരുന്ത് നോക്കൂ നിങ്ങൾ, നമ്മളെക്കാൾ കാഴ്ചശക്തി. 40 വയസ്സായാലും പിന്നെ ഏതൊരു മനുഷ്യന്റെ കാഴ്ചയും മെല്ലെ സാവകാശം മങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. അറിയില്ല, സാവകാശം. എന്നാൽ ഒരു പരുന്തിന് അള്ളാഹു താല കാഴ്ചശക്തി ആഭാരമായി നൽകി, വലിയ മൂർച്ചയാണ്. അങ്ങനെ നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ വലിയ അത്ഭുതം തോന്നും, ഓരോന്നും. അപ്പൊ അള്ളാഹു താല ഇതൊക്കെ പരിപാലിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കടമ അങ്ങനെയുള്ള അള്ളാഹുവിനിക്ക് സർവ്വ സ്തോത്രങ്ങളും അർപ്പിക്കണം. അതാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനിക്കാകുന്നു സർവ്വ സ്തോത്രങ്ങളും. ഇത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒന്നാണ്. അൽഹംദുലില്ലാഹ് മിനിമം അത്രയെങ്കിലും പറയണം. അല്ലെങ്കിലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പൂർത്തിയാക്കി പറയുകയാണെങ്കിൽ ഞാൻ ശേഷം പറയാം. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഗാഫിർ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽഅശിയ്യി വൽഇബ്കാർ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തോളൂ. ഗാഫിർ സൂറത്തിൽ അള്ളാഹു കൽപ്പിക്കുകയാണ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും വേണം. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഒരാള് പറയേണ്ടതാണ് 100 വട്ടം പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് പ്രത്യേകം അങ്ങനെ തന്നെ പറയണം എന്നാണ്. സംശയമില്ലാത്ത ഹദീസാണ്. അവിടെ കേട്ടു ഇവിടെ കേട്ടു നല്ലത്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഇമാം നവവി തങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്. റിയാദുസ് സ്വാലിഹീൻ അടക്കം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ പറയുന്നത് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നത് ഒരാള് രാവിലെയും വൈകുന്നേരവും 100 വട്ടം ചൊല്ലണം. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. നല്ല ആളുകളുടെ അടയാളം ഖുർആനിൽ പറയാൻ അള്ളാഹു തന്നെ കൽപ്പിക്കുകയാണ്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്തോളൂ. ഇത് വലിയൊരു പോയിന്റാണ്. അപ്പൊ നമ്മളിപ്പോ ഖുർആൻ പ്രഭാഷണം ഇത് വഴി നമ്മൾ കേൾക്കുമ്പോൾ
ഈ കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ കുറഞ്ഞ സമയം മതി. ഒരു തസ്ബീഹ് മാലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിരലുകൾ അല്ലാഹു നമുക്ക് നൽകിയത്, അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് ചൊറിയുന്ന സമയത്ത് മാന്താനുള്ളത് മാത്രമല്ല, എണ്ണം പിടിക്കാനാ നമുക്ക് നല്ല സൗകര്യമല്ലേ, എണ്ണം പിടിക്കാൻ നല്ല സൗകര്യമല്ലേ. നോക്കൂ, നിങ്ങൾ 100 പ്രാവശ്യം ഇത് ചൊല്ലാൻ കുറഞ്ഞ സമയം മതി. നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ചൊല്ലിക്കൊണ്ട് പോവാം. രാവിലെയൊക്കെ നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്. സ്വഹീഹായ ഹദീസല്ല അത്. 100 എന്ന് പറഞ്ഞാൽ 100 തന്നെ. 101 വേണ്ട, 99 പോരാ. അവിടെ ഒറ്റയിലൊന്നും പിടിക്കരുത്. എണ്ണം പറഞ്ഞാൽ എണ്ണം അങ്ങനെ കറക്റ്റ് ആകണം. അതിനാണ് എണ്ണം പറയുന്നത്. പിന്നെ വേറെ നമുക്ക് എത്രയും ചെല്ലാം. ഈ ഒരു 100 അള്ളാഹുവിന്റെ തിരുദൂതർ കൽപ്പിച്ചത് കൊണ്ട് അതേ രൂപത്തിൽ തന്നെ നമുക്ക് വേണം. ഇത് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല റഅദ് സൂറത്തിൽ പറയുന്നുണ്ട്, യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. ഇടിനാദം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. മലക്കുകളും അവനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓ, അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ, അനേകായിരം കോടി മലക്കുകൾ, ഒരു പ്രത്യേക ടീം, ഒരു വിഭാഗം, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ 100% അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് മലായികത്ത്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ അവർ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അതോടുകൂടെ അള്ളാഹുവിനെ നിരന്തരം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ നിരന്തരം അവർ സ്തുതിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇടിനാദം അള്ളാഹുവിന്റെ പരിശുദ്ധി അതുപോലെ വാഴ്ത്തുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട് എന്നാണ്. മിന്നൽ പിണരുകൾ നമ്മുടെ ദൃഷ്ടിയിൽ വരും. അതിശക്തമായ ശബ്ദം ഉണ്ടാവും. ഇടിനാദം മുടങ്ങുന്നത് കേട്ടിട്ടില്ലേ? മഴയുടെ മുന്നോടിയായി. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താണ്. അപ്പൊ നോക്കൂ, ഇടിനാദം പോലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. അപ്പോഴാണ് ഖുർആൻ പറയുന്ന രൂപത്തിൽ നാളെ പരലോകത്ത് നമുക്ക് വാഴ്ത്താൻ സാധിക്കുക. ഒരു ആയത്ത് നോക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹും വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. സ്വർഗാവകാശികളെ പറ്റി അള്ളാഹു പറയുകയാണ്, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹും, അവരുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ എന്നാണ്. വതഹിയ്യതുഹും ഫീഹാ സലാം, അവരുടെ അഭിവാദ്യം അത് സലാമാണ്. വആഖിറു ദഅവാഹും അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അവരുടെ പ്രാർത്ഥനയുടെ അന്ത്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാകുന്നു. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് സ്വർഗപ്രവേശനം അല്ലാഹു നൽകിയാൽ ആ സമയത്ത് ഭക്ഷണത്തിന് ആവശ്യം വരുമ്പോൾ ദുന്യാവിലുള്ള വിശപ്പ് അതുപോലെ പരലോകത്ത് ഒരിക്കലും അനുഭവപ്പെടില്ല. ദുന്യാവിലുള്ളത് പോലെയുള്ള ഒരു വിശപ്പ് ഒരിക്കലും പരലോകത്തുണ്ടാവില്ല. എന്നാൽ ഭക്ഷണത്തിന് ആവശ്യമുണ്ടാവും, പ്രയാസം ഉണ്ടാവില്ല. ഏതുപോലെ പരലോകത്ത് വെയിലുണ്ട്, ആ പ്രയാസം ഉണ്ടാക്കുന്ന വെയില ഇല്ല, അപ്പോഴാണ് തണലിന് പ്രസക്തി ഉള്ളത്. പരലോകത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും, പാനീയങ്ങള് അത് കുടിക്കാൻ നമുക്ക് തോന്നും, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുള്ള വിശപ്പ് എന്നുള്ള പ്രയാസം ഉണ്ടാകുമോ? ഇല്ല. എന്നാ തിന്നാൻ ആഗ്രഹം ഉണ്ടാകും. പിന്നെ പരിപൂർണമായ രീതി അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ ഒരാൾ പരലോകത്തെത്തുമ്പോൾ അവനിക്ക് ഭക്ഷണത്തിന് ആവശ്യം വരും, ആഗ്രഹം വരും. അപ്പോൾ അവന്റെ പ്രാർത്ഥനയെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹും, അവരുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ. അപ്പോൾ ഭക്ഷണം ആവശ്യം വന്നാൽ അപ്പൊ പറയാത്രേ സുബ്ഹാനകല്ലാഹുമ്മ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവിടെയുള്ള അഭിവാദ്യം സലാം.
ദുനിയാവിൽ നമ്മൾ കാണുമ്പോൾ സലാം പറയുന്നത് പോലെ സ്വർഗത്തിലും അഭിവാദ്യം സലാമാകുന്നു എന്ന് പറഞ്ഞ് പിന്നെ പറയുന്നത് വാഹിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ പ്രാർത്ഥനയുടെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ ആയത്ത് നമ്മളെപ്പോഴും പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് ഭക്ഷണത്തിന് ആവശ്യം വരുമ്പോൾ പറയുമ്പോൾ ആ സമയത്ത് ഇവിടെ മുന്നിൽ തളിക വരും. സുപ്രവിരിക്കാറില്ല നമ്മൾ. എന്നിട്ട് ഓരോരുത്തരുടെ മുന്നിലും 70,000 ഇനം ഭക്ഷണങ്ങൾ വരും. 70,000 ഐറ്റംസുകൾ ഉണ്ടാവും. 70,000 ഒന്നും വേണ്ട, ഒരു 7 ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വമ്പം പരിപാടിയാണ്. ഞാനിപ്പോ ഇന്നൊരു നിക്കാഹിന് പങ്കെടുത്തു. ഒരു 7 ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ചില ആളുകൾ ഇങ്ങനെ നോക്കുകയാണ് ഇരുന്നിട്ട്, ആകെ ഒരാവർത്തിന് നോക്കുകയാണ് ഇരുന്നിട്ട്, എവിടെ നിന്ന് തുടങ്ങേണ്ടതെന്ന് അറിയാതെ കുടുങ്ങാണ്. ഇതിപ്പോ കാടയിൽ നിന്ന് തുടങ്ങണോ, ചിക്കനിൽ നിന്ന് തുടങ്ങണോ, മത്സ്യത്തിൽ നിന്ന് തുടങ്ങണോ, അതിൽ നിന്ന് തന്നെ ചെമ്മീനുമൊക്കെ കൂടും. ഇങ്ങനെ ഓരോരുത്തർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഐറ്റംസ്. നമുക്ക് മരിച്ചാൽ ഒരു പേരുണ്ടാവുള്ളൂ. ചിക്കനൊക്കെ ഉണ്ടല്ലോ, കോഴി എത്ര പേരാണ് ജീവൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാണ്, പഠിച്ചോനെ ഈ സത്യം ഓർത്തുപോയി. ഇന്ന് ഈ ആയത്ത് 70,000 ഇനം ഭക്ഷണം ഒരാളെ മുന്നിൽ വരുമ്പോൾ സ്വർഗത്തിലുള്ള ദൂരത്തിന്റെ പ്രശ്നമൊന്നുമില്ല, എത്രയും കിട്ടും. അവിടെ എത്തണം. മോമിനിയങ്ങളോട് പറഞ്ഞാലേ കാര്യമുള്ളൂ. അവർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു തമാശായിരിക്കും. ഏതായിരുന്നാലും നോക്കൂ, 70,000 ഐറ്റംസുകളാണ് ഭക്ഷണത്തിന്റെ. അങ്ങനെ ആ ഭക്ഷണം അവൻ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്റെ നാവിൽ നിന്ന് വരുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി അത് മാത്രമല്ല, പരലോകത്ത് ഇവരിൽ നിന്ന് മാത്രമല്ല, ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒരായത്തിൽ അല്ലാഹു അങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസീഖ الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹു തആല സൂറത്തു സുമറിൽ പറയുകയാണ്, സ്വർഗത്തിലേക്ക് ദോഷബാധയെ ഭയപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സന്ദർഭം അല്ലാഹു അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും മുത്തഖീങ്ങൾ. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവർ സ്വർഗത്തിന്റെ അരികിലെത്തുന്ന സന്ദർഭം വഫുതിഹത് അബ്വാബുഹാ, ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്വർഗത്തിന്റെ അരികിൽ അവരെത്തുമ്പോൾ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ അവരോട് പറയും, അത്രേ നിങ്ങൾക്ക് സലാം, നിങ്ങൾ ശാശ്വതരായ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാലും അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികൾ വല്ലാത്ത സന്തോഷത്തിലാണ്. വഖാലുൽ ഹംദുലില്ലാഹ്, ആ സന്ദർഭത്തിൽ ആ മുഅ്മിനീങ്ങൾ പറയുന്നു അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. സ്വർഗത്തിലേക്ക് നമ്മൾ പോവാണ്. സ്വർഗത്തിലേക്ക് പോകണ ആ സന്ദർഭത്തിൽ അതാ മലക്കുകൾ അവരെ സ്വീകരിക്കുന്നു, സലാം പറഞ്ഞ് സ്വീകരിക്കുന്നു. നിങ്ങൾ ശാശ്വതരായ രൂപത്തിൽ സ്വർഗത്തിലേക്ക് കടന്നാലുമെന്ന് പറയുന്നു. ആ സമയത്ത് മോമിനിയങ്ങൾ പറയും അത്രേ, അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു വഅൗറഥനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. അൽഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദ.
അള്ളാഹു തന്റെ വാഗ്ദാനം, ആ വാഗ്ദാനത്തെ സാക്ഷാത്കരിച്ചു. അങ്ങനെയുള്ള അള്ളാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. അതാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മോമിനീങ്ങളായിട്ട് ജീവിച്ചാല്, ഈമാനോടുകൂടെ മരിച്ചാല് സ്വർഗം ലഭിക്കുമെന്ന്. അള്ളാഹു പറഞ്ഞ രൂപത്തിലാകണം. അത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്താണ്. ആ വാഗ്ദത്തം അള്ളാഹു തല പൂർത്തീകരിക്കുകയാണ്, അതായത് സാക്ഷാത്കരിക്കുകയാണ്, നമുക്ക് സ്വർഗം തരികയാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ. സ്വർഗഭൂമിയെ നമുക്ക് അനന്തരമായി നൽകുകയും അങ്ങനെ സ്വർഗത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് നിവസിക്കാം. അങ്ങനെയുള്ള സ്വർഗം നൽകാമെന്ന വാഗ്ദാനത്തെ സാക്ഷാത്കരിച്ച അള്ളാഹു, ആ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. അമൽ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ് എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ്. അർശിന്റെ ചുറ്റുഭാഗത്ത് മലക്കുകൾ അതിനെ വലയം ചെയ്തിരിക്കുന്നത് നിനക്ക് കാണാം. സ്വർഗത്തിലുള്ള അവസ്ഥ പറയുകയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റുമതാ മലക്കുകൾ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ റബ്ബിനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയപ്പെടുകയും ചെയ്യുന്നതാണ്. അർശിന്റെ ചുറ്റുഭാഗത്ത് മലക്കുകൾ, അവിടെയും കേൾക്കുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് നമ്മൾ ഇഹത്തിലും പരത്തിലും സ്തുതി എന്ന് പറയാൻ കാരണം അതൊക്കെ കേൾക്കാനുള്ള ഒരു തൗഫീഖ് പ്രധാനപ്പെട്ടതല്ലേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അർശ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അർശ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിന്റെ നീളമോ അതിന്റെ വീതിയോ നമുക്ക് അളക്കാൻ കഴിയില്ല. നമ്മുടെ നിബിതങ്ങളുടെ ഒരു മഹത്വം കൂടി അറിയിക്കുകയാണ്. നിബിതങ്ങളുടെ മഹത്വം അറിയിക്കുകയാണ്. ഓരോ പ്രവാചകന്മാർക്ക് അള്ളാഹു ഓരോ വ്യത്യസ്തമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹു നൽകിയത് അത് അർശിന്റെ സമീപത്താണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞില്ലേ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും അള്ളാഹുവോട് ദുആരിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല والدرجة الرفيعة وبعثه مقاما محمودا الذي وعدت. നമ്മൾ അള്ളാഹുവോട് പറയാം, അള്ളാഹുവേ നീ വാഗ്ദത്തം ചെയ്ത ആ സ്ഥാനത്തേക്ക്, മഖാമം മഹ്മൂദ്, ആ സ്ഥാനത്തേക്ക് നബി അയക്കണേ. അത് നൽകാൻ വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കാം. അത് അർശിന്റെ സമീപത്താണ്. അപ്പൊ അർശിന്റെ ചുറ്റുഭാഗത്തതാ മലക്കുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയും കേൾക്കുന്നതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ ആയത്തിൽ പറഞ്ഞില്ലേ, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. നല്ല ആളുകളെ പറ്റി അള്ളാഹു പറയുന്നു, അവർ അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നവരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്. അള്ളാഹുവിനെ എപ്പോഴും അവർ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവർ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ടൊന്ന് തുമ്മിയപ്പോ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചത് അൽഹംദുലില്ലാഹ് പറയാനാണ്. അതുകൊണ്ടാണ് നമ്മളും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുന്നത്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ പറയണം, യർഹമുക്കല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികെ വെച്ച് ഒരാൾ തുമ്മിയ ഉടനെ അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ അദ്ദേഹത്തിന് വേണ്ടി ദുആയിരുന്നു, യർഹമുക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ.
അത് അള്ളാന്റെ തിരുതർ ദ്വാരക്കല്ലേ. അയാൾക്ക് എന്താ ചെയ്ത്? തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരു സ്വഹാബി തുമ്പി, അദ്ദേഹം അൽഹംദുലില്ലാ പറഞ്ഞില്ല. അപ്പോ റസൂൽ ദ്വാരുന്നില്ല. അപ്പൊ മുമ്പൊരു വിഷമമാണ്, എനിക്ക് എന്റെ കുട്ടൻസ് തിരിഞ്ഞിട്ടില്ല. അവര് വിധങ്ങൾ ഇവിടെ ചോദിച്ചു, അദ്ദേഹം തുമ്പി, നിങ്ങൾ അദ്ദേഹത്തിന് ദ്വാരുന്നു, ഞാൻ തുമ്പി, ഒരു ദ്വാരം കിട്ടിയില്ല. അവന് വിധങ്ങൾ പറഞ്ഞു, അദ്ദേഹം അൽഹംദുലില്ലാ പറഞ്ഞു, അവർക്കേ ദ്വാരക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, കേട്ടവർ യർഹമുക്കല്ലാഹ് പറയണം. ഒരു വട്ടൊക്കെ തുമ്പിയാൽ ചിലപ്പോൾ അടുത്തുള്ള യർഹമുക്കല്ലാഹ് പറയും. ഉടനെ തന്നെ ഒന്നും കൂടി തുമ്മിയാല് ചിലപ്പോൾ ഒന്നുകൂടി പറയും അല്ലേ. പിന്നെ മൂന്നാമത്തെ വട്ടമൊക്കെ തുമ്പിയാല് കണ്ടാറടക്കാൻ ഓരോന്ന് മുന്നിൽ വന്ന് ഇടങ്ങാറുണ്ടാക്കും. ഓരോ സുന്നത്തോണ്ട് ഇടങ്ങാറാവും. അങ്ങനല്ല, മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുവെ എല്ലാവർക്കും അതിനൊക്കെ ഒരു മടിയായിരിക്കും. വലിയ സുന്നത്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ മടി ഉണ്ടാവും. ഇപ്പം നമ്മളുണ്ടല്ലോ, ഇപ്പോൾ വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് കൊടുത്ത ഉടനെ ഗേറ്റ് അടക്കും. കൊറോണ അല്ലേ, അത് കാരണം അങ്ങനെ പറഞ്ഞാൽ ആളുകൾ എന്തെങ്കിലും നോക്കും, അടക്കൂലേ. അതിനനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ച, അപ്പം പിറ്റത്തെ വെള്ളിയാഴ്ച എന്ത് ചെയ്തു, നേരത്തെ വന്നു. എന്നിട്ട് ബാങ്ക് കൊടുത്തപ്പോഴേക്കും ഉള്ളിൽ കയറി. എന്നിട്ട് ഇങ്ങനെ നോക്കുക, ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു തുറന്നെടുക്കുണ്ടോ നോക്കണം. കഴിഞ്ഞ ആഴ്ച അയാൾ കുറച്ച് കുടുങ്ങിയതാണ്. അങ്ങനെ 2 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അടച്ചില്ല. ആളുകളൊക്കെ എല്ലാവരും എത്തുന്നുണ്ട്, അടച്ചില്ല. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നോക്കും, ഇന്ന് അടച്ചിട്ടില്ല, വെറുതെ വന്നപ്പോൾ നേരത്തെ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. പിറ്റത്തെ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കഴിഞ്ഞ ആഴ്ച അടച്ചിട്ടില്ലല്ലോ, ഈ ആഴ്ച അടക്കൂലേക്കാരം. ഇപ്പം ഈ ആഴ്ച അടയ്ക്കണം. ഇവർക്ക് ഒരു ഉറപ്പില്ല ഒരു കാര്യത്തിലും, അപ്പോൾ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ വൈകുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് നല്ല കാര്യത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും ആളുകൾ ആ വിഷയത്തിൽ ബാക്കിലേക്ക് നിൽക്കും. യഥാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുമ്മിയ ഉടനെ അള്ളാഹു കൽപ്പിച്ചു അത്രേ അൽഹംദുലില്ലാ പറയാൻ. നമ്മൾ ഇന്നും അതേ നിലപാടിലാണ്. അതിലൊക്കെ ഒരുപാട് പോയിന്റ് കേട്ടോ. അമേരിക്കക്കാരൻ തുമ്മിയാലേ, അമേരിക്കക്കാരൻ തുമ്പി കഴിഞ്ഞാൽ അടുത്തുള്ളവരോട് നന്ദി പറയും, താങ്ക്സ് എന്ന് പറയും. ഇതിന് കാരണം പറയുന്നത് എന്താ? വൈദ്യശാസ്ത്രം പറയുന്നത് ഒരാൾ തുമ്മുന്ന സമയത്ത് അവന്റെ ഹൃദയം ഒരല്പം, നമുക്ക് അത് സംശയിക്കാൻ കഴിയില്ല, ആ രൂപത്തിൽ സ്റ്റക്കാകുന്നുണ്ട് എന്നാണ്. തുമ്മിൽ പൂർത്തിയാകലോടുകൂടെ എന്ന് രക്ഷപ്പെട്ടു. അപ്പൊ അടുത്തുള്ളവരോട് നന്ദി അറിയണം. നമ്മളോ അൽഹംദുലില്ലാ എന്ന് പറയണം. തുമ്പലല്ലെങ്കിൽ ഒരു റാഹത്താളോ അൽഹംദുലില്ലാ. ഏതാ കോട്ടുവായ? അങ്ങനല്ല. കോട്ടുവായ നമുക്ക് ക്ഷീണം വരുമ്പോൾ കോട്ടുവായ ഉണ്ടാവും, അപ്പൊ നമ്മൾ അടക്കും, വായ അടക്കും. എന്നാൽ തുമ്പലോ എന്ന് കരുതി നമ്മളെ മൂക്കിലേക്ക് വലിയ തൂവലൊന്നും കയറ്റരുത്. തുമ്പൽ വരാൻ, അല്ലെങ്കിൽ ചിലർ വെയിലത്ത് പോയി ഇടങ്ങാറായിട്ട് പണ്ട് തുമ്മാൻ വേണ്ടിയിട്ട് ഒരു പൊടി വലിക്കൽ, ഇപ്പം ഒന്നുമില്ലല്ലേ. ഒരു പൊടി വലിക്കും, ഭയങ്കര അപകടമാണ് ആക്കെ. അതാണ് വലിച്ചിട്ട് പിന്നെ പെരും തുമ്പലേക്കാറും. ഇപ്പൊ പറ്റൂല കേട്ടോ. ഇപ്പൊ വെറുതെ ഒന്ന് തുമ്പിയ മാറിക്കയറി. കാരണം വലിയ ഭയങ്കര പേടിയാണ് ആളുകൾക്ക്. കാരണം കൊറോണ വരുമോ എന്നുള്ളൊരു പേടിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും കാലം പോയൊരു പോക്കിലെ ഹിജാബ് ഇടുന്ന പെണ്ണുങ്ങളെ വല്ലാതെ കളിയാക്കിയോലുണ്ട്. ഇപ്പൊ പറയുന്നത്, ഇപ്പൊ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് പോലെ മാസ്കും നിർബന്ധം എന്നുള്ളിടത്താണ്. ചുണ്ട് ചോപ്പിക്കേണ്ട കച്ചവടം നടക്കൂല. കാര്യമില്ല, ആര് കാണാനത്? പണ്ട് പറയില്ല, കോണകത്തിൽ നീലം മുക്കിയിട്ട് എന്താ കാര്യം എന്ന് പറയും, ആര് കാണാനെന്ന് പറയും പോലെ എന്നതുപോലെ ഇപ്പൊ കളിയാക്കിയവരൊക്കെ ഇപ്പൊ എവിടെയാണ്? എവിടെ? മുഖം മറച്ചാൽ പരീക്ഷ എഴുതാൻ അയക്കൂല എന്ന് പറഞ്ഞാലൊക്കെ പരീക്ഷ ആളിലാണ് കയറ്റണമെങ്കിൽ മറച്ച് വരണം എന്ന് പറയേണ്ട അവസ്ഥയ്ക്ക് എത്തിയില്ലേ? ആ അവസ്ഥയ്ക്ക് എത്തി. ഒരു പൊടുത്തും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നോക്കുക, അപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ അൽഹംദുലില്ലാ. നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോടും ഫാത്തിമയോടും അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഇദാ വൈതുമാ ഇലാ ഫിറാശികുമാ ഫകബ്ബിറാ സലാസൻ വസലാസീൻ വസബ്ബിഹാ സലാസൻ വസലാസീൻ വഹ്മദാ സലാസൻ വസലാസീൻ. അള്ളാഹുവിന്റെ തിരുദൂതരിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോടും ഫാത്തിമയോടും അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, നിങ്ങൾ കിടക്കാൻ വേണ്ടി വിരിപ്പിലെത്തി കഴിഞ്ഞാൽ 33 വട്ടം നിങ്ങൾ തക്ബീർ ചൊല്ലിക്കോളൂ, 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ, 33 പ്രാവശ്യം അൽഹംദുലില്ലാ ചൊല്ലിക്കോളൂ. ഫാത്തിമ ബീവിയെ കൈമ തഴമ്പ് വന്നു അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ജോലി എടുത്തിട്ട്. അപ്പോഴാണ് നബിയോട് പറഞ്ഞത്, എന്ത് ഒരു ഭൃത്യനുണ്ടായാൽ ഉപകാരമായിരുന്നു.
ആയിഷ റളിയല്ലാഹു അൻഹയെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് പോയി. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് മോള് വന്ന വിവരം ആയിഷ ബീവി പറഞ്ഞത്. ഉടനെ പുറപ്പെട്ടു മുത്തുനബി തന്റെ പൊന്നാര മോളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രണ്ടുപേരും ഒരു വിരിപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവർ രണ്ടുപേരും എഴുന്നേറ്റ് പെട്ടെന്ന് റസൂൽ അവരോട് കിടക്കാൻ പറഞ്ഞു. സ്നേഹനിധിയായ അള്ളാഹുവിന്റെ തിരുദൂതർ ഫാത്തിമ ബീവിക്ക് പിതാവാണ്. അങ്ങനെയുള്ള റസൂൽ അവർക്ക് ഇടയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അന്ന് കൊടുത്ത ഒരു സന്ദേശമാണ്, മോളെ വേലക്കാരൊന്നും വേണ്ട, ഭൃത്യന്മാര് വേണ്ട, ഇപ്പൊ വേണ്ട എന്തറിയോ, നിങ്ങൾ രണ്ടുപേരും കിടക്കുമ്പോൾ അലി ഫാത്തിമ രണ്ടുപേരും കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അത് മതി എന്ന് പറഞ്ഞു. ഭൃത്തിനേക്കാൾ അതാണ് നല്ലതെന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ സുന്നത്തുണ്ടല്ലോ, അത് രാത്രി കിടക്കുമ്പോഴും സുന്നത്തുണ്ട്. രാത്രി കിടക്കുമ്പോഴും അതുപോലെ സുന്നത്തുള്ളതാണ്. നോക്കൂ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ സാധാരണ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം നൽകി, എനിക്ക് വെള്ളം നൽകി, അങ്ങനെയുള്ള അള്ളാഹുവിനിക്കാകുന്നു സർവസ്തുതിയും. കിടക്കുമ്പോൾ, കാരണം ഒരു മനുഷ്യന് ഒരു വിശ്രമമുള്ള കിടത്തം, അതിന്റെ മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ടാ കിടക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും. അപ്പൊ നോക്കൂ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. ഭക്ഷണം നൽകിയ, പാനീയം നൽകിയ, എല്ലാ നിലക്കും തനിക്ക് മതിയായത് മുഴുവനും നൽകിയ, കിടക്കാൻ സൗകര്യമൊരുക്കിയ അള്ളാഹു, ആ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കണം. ആ സമയത്ത് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ഓരോ ഘട്ടത്തിലും ഈ അൽഹംദുലില്ലാഹ് വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിഅമത്താണ് നമ്മൾ കഴിച്ച ആഹാരം, അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതുപോലെ പാനീയങ്ങൾ. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടാൻ, ആരോഗ്യമുണ്ടാകാൻ, ശരീരത്തിന് ഒരു എനർജി ലഭിക്കാൻ ആവശ്യമായതൊക്കെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ബാക്കി അതിന്റെ വേസ്റ്റ് നമ്മൾ തള്ളുന്നുണ്ട്, മലമായിട്ടും മൂത്രമായിട്ടും. എന്നാൽ നോക്കുക, അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. മലം പോകാതിരുന്നാൽ നമ്മൾ പ്രയാസപ്പെടും, മൂത്രം പോകാതിരുന്നാൽ നമ്മൾ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മൂത്രപ്പുരയിൽ നിന്ന് പുറത്തു വന്നാൽ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ബുദ്ധിമുട്ടുകളൊക്കെ നീക്കുകയും എനിക്ക് സൗഖ്യം ചെയ്തു തരികയും ചെയ്ത അള്ളാഹു, ആ അള്ളാഹുവിനാകുന്നു സർവസ്തോത്രങ്ങളും. മനസ്സിലാക്കിക്കോളൂ സഹോദര, മറക്കരുത്. നമ്മള് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു അനുഗ്രഹം. അല്ലെങ്കിലും ഇതൊക്കെ മുടങ്ങുമ്പോഴല്ലേ നമ്മൾ അറിയാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണ്, എഴുന്നേറ്റ ഉടനെ നമ്മൾ മൂത്രമൊഴിക്കണം, അതിനു വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പുറപ്പെട്ടു. പക്ഷേ നമ്മൾ ശ്രമിച്ചു നോക്കി, ഒരു തുള്ളി മൂത്രം പുറത്തു പോകാത്തൊരവസ്ഥയാകുമ്പോൾ ഞെട്ടിപ്പോകും. അപ്പോഴല്ലേ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു എന്നുള്ള ചിന്ത വരിക. അപ്പോഴല്ലേ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക. അപ്പൊ ഓർക്കും. അപ്പൊ നമ്മളൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിലീഫിലേക്ക് നൽകണം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അതൊരു പുച്ഛായിരിക്കും. ബുദ്ധിമുട്ട് എന്ന ഒന്ന് തീരെ അനുഭവിക്കാതെ സുഖലോലുപന്മാരായി വളർന്നു വന്നവരാണെങ്കിൽ നല്ല ഭക്ഷണവും, നല്ല പാർപ്പിടവും, നല്ല വാഹനവും, നല്ല സൗകര്യങ്ങളും എല്ലാം യഥേഷ്ടം സുഭിക്ഷമായി ലഭിക്കുന്ന ചിലർ, എല്ലാവരും അല്ല, ചിലർ അള്ളാഹുവിനെ പാഠം മറന്നവരാകും. ഒരു പാവപ്പെട്ടവരെ ചിന്തിക്കൂല. അപ്പൊ നിങ്ങൾ റിലീഫിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിക്കോളൂ, കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞാല് അവർക്കതൊരു പുച്ഛായിരിക്കും. ഈ ചാരിറ്റി നടത്ത ഇവർക്കൊന്നും വേറെ പണിയില്ല. എന്നാൽ ഒരു വേള ഇപ്പൊ ഇവരോടൊക്കെ നമ്മൾ പറയണം, ഓരോരുത്തർ പറയണം, എൻ്റെ ആ കാര്യം ശരിയായി, നമ്മൾ റിലീഫിലേക്ക് കൊടുത്തിട്ട് എൻ്റെ കാര്യം പെട്ടെന്ന് ശരിയായി, അൽഹംദുലില്ലാഹ്. എൻ്റെ തൽപ്പം താമസിച്ചിട്ടാണെങ്കിലും അള്ളാഹു അതിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടാവും, ശരിയായി. എന്ത് ശരിയാവും മറ്റോ? എന്നാൽ നോക്കൂ, ഒരു തുള്ളി മൂത്രം പോകാത്ത അവസ്ഥയിൽ അവന്റെ മനസ്സിലേക്കും കടന്നു വരും. വേഗം നേർച്ചയാക്കുക. എല്ലാ സുഖം പടച്ചം തരുമ്പോ ഇതൊന്നും ഓർക്കില്ല.
ഒന്ന് വീണുകൊണ്ട് നമ്മളെ കൈയൊന്ന് ഒടിഞ്ഞു പോയാൽ 1 മാസമോ 2 മാസമോ അത് താഴ്ത്തിയിടരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കണം, കയറിട്ട് തോളിൽ തൂക്കിയിട്ടിരിക്കണം. അപ്പോഴല്ലേ ഇതിൻ്റെ വില അറിയുക. ഒന്ന് തുണിയെടുക്കാൻ ബുദ്ധിമുട്ട്. അപകടങ്ങളിലും മറ്റൊക്കെ 2 കൈയും കാലൊക്കെ ആകെ തകർന്ന് കിടക്കുന്നവരില്ല. എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട്? അപ്പോഴല്ലേ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ പറയാം. സൗദിൻ്റെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോരുകയാണെങ്കിൽ അത് റൺവേ തൊട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയും, ഫ്ലൈറ്റിൽ തന്നെ കേൾക്കാം. ഒക്കെ മോമിനിങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അൽഹംദുലില്ലാ പറയണ്ടേ. അതെങ്ങാനും നിയന്ത്രണം തെറ്റിയാൽ, എന്നിട്ട് തകർന്നു വീണാൽ, തീപിടുത്തമുണ്ടായാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര ഉയരത്തിലൂടെ പറക്കുന്നതാണ്. അപ്പൊ നോക്കൂ, ഏതൊരു കാര്യം നമ്മൾ ചിന്തിച്ചാലും അൽഹംദുലില്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് അല്ലാഹു നൽകിയത്. അങ്ങനെ ഇപ്പോ അൽഹംദുലില്ലാ പറയാൻ മാത്രം എന്താ എനിക്ക് ലഭിച്ചത് ചിന്തിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട 7 ദിക്റുകൾ കാണാം. 1 ബിസ്മില്ലയാണ്, 2 അൽഹംദുലില്ലയാണ്, 3 സുബ്ഹാനല്ലയാണ്, 4 അസ്തഗ്ഫിറുല്ലയാണ്, 5-മത്തത് ഇൻഷാ അല്ലാഹയാണ്, 6-മത്തത് മാഷാ അല്ലാഹയാണ്, 7-മത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെല്ലുന്നതാണ്. മാഷാ അല്ല, അതിലൊന്ന് എന്താണ്? ഇന്നാലില്ല. 1 അൽഹംദു ബിസ്മില്ലയാണ്, 2 അൽഹംദുലില്ലയാണ്, 3 സുബ്ഹാനല്ലയാണ്, 4 അസ്തഗ്ഫിറുല്ലയാണ്, 5 ഇന്നാലില്ലയാണ്, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്തത് ഇൻഷാ അല്ലാഹയാണ്, അടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതൊക്കെ എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടതാണ്. മാഷാ അല്ലാഹ് വേറുണ്ട്, തബാറക്കല്ലാ വേറുണ്ട്, ഒരുപാടുണ്ട്, തവക്കലത്തു അലല്ലാഹ് വേറുണ്ട്, എല്ലാം ഉണ്ട്. ഏതായിരുന്നാലും നോക്കൂ, എപ്പോഴും നമ്മുടെ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, തുടക്കത്തിൽ ബിസ്മിയാണെങ്കിൽ അതിന്റെ ഒടുക്കത്തിൽ അൽഹംദുലില്ലാ. അത് നമ്മുടെ നാവിൽ നിന്ന് വരണം. അൽഹംദുലില്ലാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. കഴിക്കാൻ കഴിഞ്ഞു, കഴിക്കാൻ സാധനം ലഭിച്ചു, 2 വലിയ അനുഗ്രഹം. എത്രയോ ആളുകൾ കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷേ സാധനം ലഭിക്കാനില്ല, കിട്ടാനില്ല. അങ്ങനെ എത്ര ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും. ഭക്ഷണമില്ലാതെ വിഷമിക്കാം. ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ എത്ര പേരാണ്? പട്ടിണി കിടക്കുന്നവർ എത്ര കുട്ടികളാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പട്ടിണി കിടന്നും മരിക്കുന്നത്? പട്ടിണി പാവങ്ങൾ എത്രയുണ്ട്, അനേകായിരം ആളുകൾ. എന്നാൽ കോടികളുടെ ആസ്തിയുണ്ട്, ഇഷ്ടംപോലെ ഏത് ഭക്ഷണവും കഴിക്കാനുള്ള പണമുണ്ട്, അത് വാങ്ങാനുള്ള കഴിവുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റൂല. എത്ര കോടീശ്വരന്മാരുണ്ട്. ചിലര് എന്തേലും വെണ്ടയ്ക്ക, കൈപ്പങ്ങ ഒക്കെ പച്ച കടിച്ച വെച്ച് തിന്നാനാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും പറ്റൂല. മാംസവും മത്സ്യവും ഒന്നും പറ്റൂല. ഫാൻ്റെ കാറ്റ് പോലും പറ്റാത്തവരുണ്ട്. വലിയ വീടുകൾ ഉണ്ടാകും, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകൾ ഉണ്ടാകും, പക്ഷേ AC പറ്റില്ല, ഫാൻ്റെ കാറ്റ് പറ്റില്ല. ഫ്രഷ് കാറ്റ് വേണമെങ്കിൽ കൊള്ളാം. സിറ്റ് ഔട്ട് കിടക്കുകയാണ്, ആ സിറ്റ് ഔട്ട് തന്നെ പൂച്ചയും കിടക്കുന്നുണ്ട്. കോടികളുടെ വീടായിരിക്കും. ഇതാണ് ദുന്യാവ്. എന്നാലും ചില ആളുകളുടെയൊക്കെ അഹങ്കാരം ഇങ്ങനെ കണ്ടാൽ, അഹങ്കാരത്തിനൊന്നും ഇന്ത്യയിൽ എവിടെയും പോകണ്ട. ഭരണാധികാരികളെ നോക്കിയാൽ മതി. ഉത്തർപ്രദേശിൻ്റെ ഒരു ഭരണാധികാരി, അയാൾ എന്താ ഭക്ഷണം കഴിക്കുന്നത് നമുക്കറിയില്ല. അങ്ങനത്തെ മനുഷ്യൻ. അത്ര കടുകട്ടിയാണ് ഹൃദയത്തിന്. കരിങ്കല്ലൊന്നുമല്ല. ഭാവിയിൽ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുള്ള നമ്മുടെ വലിയ പ്രതീക്ഷയായ ഒരാളെപ്പോലും പോലീസുകാർ കാട്ടുന്നത് എന്താണ്? യോഗിന്റെ പോലീസിനെ അങ്ങനെ സാധിക്കുള്ളൂ. എന്ത് ചെയ്യും? ഭരണാധികാരികൾ, ന്യായാധിപന്മാര്, അതുപോലെ തന്നെ നിയമം കാക്കുന്ന പോലീസുകാര്, അവരൊക്കെ നീതിയോടുകൂടെ വർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എന്താവും?
എന്താ ബാബരിയുടെ ഒക്കെ വിധി? ബാബരിയുടെ ഒക്കെ വിധി കേട്ടപ്പോ പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലെറിഞ്ഞു സഹോദരങ്ങൾ. എന്നിട്ട് ഇവരെന്താ ചെയ്ത്? കുപ്പായം നേരത്തെ ഊരിയെടുത്തിരുന്നു. ഒരാളിനടുത്തയുമ്പോ ചോരാക്കിയിട്ട് ആ കുപ്പായം കാണിച്ചു കൊടുത്തു യാക്കൂബ് നബിക്ക്. യൂസുഫിനെ ചെന്നായി പിടിച്ചതാണ് എന്ന് പറഞ്ഞു. ചെന്നായി തിന്നു. കുപ്പായം ഞങ്ങൾ കൊടുന്നതാണ് തെളിവാണ്. അത് യാക്കൂബ് നബിക്ക് ഒരു തമാശയായിട്ട് തോന്നി. യാക്കൂബ് നബി പറഞ്ഞു, വല്ലാത്തൊരു ചെന്നായ, അത്ഭുതം തന്നെയാണിത്. കാരണം ഈ കുപ്പായത്തിന് യാതൊരു കേടും പറ്റാതെ യൂസുഫിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിന്നുകൊണ്ടാവല്ലോ. കാരണം ഒരു പറന്റെ ബഡായിയാണെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം ചിരിച്ചു, പിന്നെ കരഞ്ഞു. എന്നതുപോലെ ബാബരിയുടെ വിധി വന്നപ്പോ ചിരിയാ വന്നത്. പിന്നെ നമുക്ക് സങ്കടമാണ്. ആദ്യം ചിരി വരാൻ കാരണം എന്താ അറിയാം? ഞങ്ങള് LK അദ്വാനി അടക്കമുള്ള ആളുകള് രഥം ഉരുട്ടിയിട്ട് യാത്ര നടത്തി ഇതാ പൊളിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 10,000-കണക്കിന് ആളുകൾക്ക് കോച്ചിങ് കൊടുത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും അങ്ങോട്ട് ഒരു നിശ്ചിത സമയം വന്ന് ഔദ്യോഗികമായിട്ട് പൊളിച്ചതാണ്. നട്ടപ്പാതിരക്കല്ല, നട്ടുച്ചക്ക്. തൊട്ടടുത്ത കെട്ടിടത്തിൽ ഉമാഭാരതി എന്ന് പറയുന്ന അന്നത്തെ പെൺസിംഹം വേറെ ഒരുത്തന്റെ തോളിൽ കയറിയിരുന്ന് നൃത്തം ചവിട്ടിയതാണ്. ഇവിടെ കോടതി പറയാണ്, അദ്വാനിക്കും ഉമാഭാരതിക്കും ഒക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്താ ചെയ്യാ? എനിക്ക് തോന്നുക ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് തലച്ചോറുണ്ടാവില്ല. മാംസകഷ്ണത്തിൽ വെറും കയ്യും കാലും വെച്ചായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും. അതാണിപ്പോ നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കടം തോന്നുകയാണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര അഭിമാനമുള്ളൂ. ഇന്ന് സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാർക്ക് പരമപുച്ഛം തോന്നുന്നു. എന്താ കാരണം? രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. പരമപുച്ഛം തോന്നാനുള്ള കാരണം അതാണ്. ഈ ജാതി വിധികളല്ല വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് അൽഹംദുലില്ലാഹ് എന്നുള്ളത്, അതിനോട് നമുക്ക് നല്ല. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. ഇനി നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. ആ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ ഏത് സമയത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വന്നുകൊണ്ടേയിരിക്കും. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന നാളെ പരലോകത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ സമ്പത്ത്, എല്ലാ സമ്പത്തും തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന എന്താ? ഒരൊറ്റ ദിക്ർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഒറ്റ ദിക്ർ ആണ് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് കനം തൂങ്ങുക. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അതുപോലെ നോക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റല്ലേ അത്. അതിലും വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രധാന ഭാഗമാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ ആയത്ത്, സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ വചനം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് നമ്മുടെ നാവിൽ എപ്പോഴും വരേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഏറ്റിത്തരും. അങ്ങനെ വേണ്ട അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ഏറ്റിത്തരും. നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും തരാൻ തോന്നും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും അല്ലാഹുവിനിക്ക് നന്ദി പ്രകാശിപ്പിക്കണം. ഈ ഹംദ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ വരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് നിരന്തരം പറയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫിലേക്ക് പ്രത്യേകം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു 600 രൂപ ഒരു സഹോദരന് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഒരു 100 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് ഖബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഗൾഫിലുള്ള ഒരു സഹോദരന്
ഒരു 2000 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഒരു സഹോദരന് 100 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പ്രായമായൊരു ഉമ്മ ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. അതിൻ്റെ പനമരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ മാസവും നൽകുന്നത് പോലെ ഒരു സഹോദരൻ 5000 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹുരുടെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകട്ടെ. അതുപോലെ ഒരു പെൺകുട്ടി പഠനത്തിലും മറ്റൊക്കെ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാൻ ഒരു 300 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ദുആ ചെയ്യാൻ നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരു സഹോദരൻ ഒരു 500 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അള്ളാഹു താല അത് കബൂലാകട്ടെ. അതുപോലെ തന്നെ വിദേശത്തുള്ള ഒരു സഹോദരന് ഒരു 1000 രൂപ പ്രത്യേകം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫിലേക്ക് പ്രത്യേകം സഹായിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ SKSSFന്റെ പ്രവർത്തകർ, ഇതൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നവർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ നാട്ടിലും അതുപോലെ വിദേശത്തുമുള്ള നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ. ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കൊറോണ ബാധിച്ചവരുണ്ട്, പോസിറ്റീവായവരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ നൽകട്ടെ. എല്ലാവർക്കും അള്ളാഹു ശമനം നൽകട്ടെ. അതുപോലെ വിദേശത്ത് പോകുന്ന ചിലരുണ്ട്. അള്ളാഹു യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ എല്ലാ മുസീബത്തുകളെ തൊട്ടും അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും അന്തസ്സോടുകൂടെ മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഖുർആൻ പഠിക്കുന്നതിനുള്ള പരിപൂർണ്ണ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. പ്രത്യേകം ഈ റിലീഫിലേക്ക്, നമ്മുടെ പള്ളിക്കുടം റിലീഫ് സെല്ലിലേക്ക് പ്രത്യേകം സംഭാവനകൾ നൽകിയവർ, അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ദുആക്കാൻ പറഞ്ഞവരുണ്ട്. പഠനത്തിൽ ബർക്കത്ത് നൽകട്ടെ. പ്രായമായവരുണ്ട്, മാതാപിതാക്കളും മറ്റും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. അള്ളാഹു ഈമാനോടുകൂടെ മരിക്കാനുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഐശ്വര്യത്തോടുകൂടെ ജീവിക്കുവാനും അന്തസ്സോടുകൂടെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കുവാനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് കേൾക്കാനും പറയാനുമൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി